ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദറാണ് കേട്ടോ, ഫാദർ. വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞു, ഞാൻ അവന്റെ അപ്പനാന്നാ പറഞ്ഞു. അത് തന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ പറ. ഓ അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി and I'm trying to sort it out. Yeah, bit busy. ഓഹോ കണ്ടോ, അത് മനസ്സിലാവുന്നതല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് നേരത്തെ സംസാരിച്ചില്ലേ, പിതാവ് തരാത്തത് മറ്റൊരാൾ തരുമ്പോഴായിരിക്കും പിതാവിന് സന്തോഷത്തോടെ വീട്ടിലിരിക്കാൻ കഴിയുന്നത്. അപ്പോഴായിരിക്കും ആ പിതാവിന് മകനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നത് കേട്ടോ. സുജിത് ഭക്തൻ, നിങ്ങൾ കാണിച്ചത് മാസ്, വെറും മാസം ഒന്നുമല്ല, ഒരു വലിയ മാസ് തന്നെ. എങ്ങനെ കുട്ടി നിങ്ങൾക്ക് കിട്ടി ഇത്രയും വലിയ ധൈര്യം? വലിയ ഡിറ്റക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയി. കൊള്ളാം. ഒരുപാട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് തലവേദനയായിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ മുഖം ഇതുവരെ പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിലും അവന്റെ സ്വഭാവം എന്തുവാണെന്നും അവ ഒരു പെണ്ണനാണെന്നും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ എടുത്ത് കാണിച്ചു. നല്ല കാര്യം. എന്റെ ഈ വീഡിയോ കാണുന്നതിന് മൊത്തമായിട്ട് കാണുക മാത്രമല്ല, എന്റെ കമന്റ് ബോക്സിന്റെ താഴെ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പം അവനെക്കുറിച്ചും അവനെ ഉണ്ടാക്കി അവന്റെ പിതാവിനെയും കൂടെ ചേർത്തിട്ട് വേണം പറയാൻ. കാരണം പിതാവിന്റെ സംസാരമല്ല നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്, എല്ലാ വീഡിയോ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കമന്റ് ചെയ്ത് തന്നെ കൊടുക്കണം. കാരണം എന്താ, ഇവൻ മുഖേന എത്ര കുടുംബങ്ങൾക്ക്, എത്ര ജീവനങ്ങൾക്ക്, എത്ര കപ്പിൾസിന് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടോ ആ വേദനയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും അവനും അവന്റെ പിതാവ് എന്ന് അവകാശപ്പെടുന്ന ആ മഹത് വ്യക്തിക്കും നല്ല രീതിയിൽ കിട്ടണം. പറ്റുന്നെങ്കിൽ അവരുടെ കുടുംബക്കാർക്കും കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതിനുശേഷം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ പുറത്ത് വിടണം, അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടണം, അവൻ എന്ത് ചെയ്യുന്നു പുറത്തു വിടണം, എവിടെ ജോലി ചെയ്യുന്നു പുറത്തു വിടണം. അവൻ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും രാജ്യത്തിലും ലോകത്തിലും മൊത്തം നാണം കിടണം. നിങ്ങൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാണം കിടത്തുന്ന കാര്യം നമ്മളേറ്റ്. അവനെ അല്ല കുഴി കിടക്കുന്ന ചിലപ്പോൾ അപ്പൂപ്പൻ വരെ എഴുന്നേറ്റ് വന്ന് അവന്റെ കന്നം പുളക്കാൻ അടി കൊടുക്കും, ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത് ഭക്തൻ പുള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ട്, ഭാര്യയെ കാണിക്കുന്ന വീഡിയോസ് ഇടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ചുരുക്ക് കൂടിയിരിക്കുന്ന ഒരുപാട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാലോ. അങ്ങനെയുള്ള ഒരുത്തൻ നിരന്തരം ഇവരുടെ വീഡിയോയിൽ, ഇവരെ മാത്രമല്ല പല ഫാമിലി ബ്ലോഗേഴ്സിന് ടാർഗറ്റ് ചെയ്ത് കമന്റ് ചെയ്യുന്നു. അത് നല്ല കമന്റ് അല്ല. അതായത് ടാർഗറ്റ് ചെയ്ത് കമന്റ് ചെയ്യുമ്പോഴത്തേക്കിന് അവർക്ക് മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കി അവർ വ്ളോഗ് നിർത്തുന്ന രീതി, അത് അവന്റെ ഫ്രസ്ട്രേഷൻ എന്താണോ ആ ഫ്രസ്ട്രേഷൻ മൊത്തമായിട്ട് അവർക്ക് മുന്നിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കും. അപ്പൊ നമുക്ക് ഈ മനസ്സിന് കട്ടിയില്ലാത്തവരാകുമ്പോൾ അത് കാണുമ്പോഴത്തേക്കും അയ്യോ മാനസികമായിട്ട് തളരും, നിങ്ങൾ എന്തും എന്നോട് പറയുന്നത്, അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നതൊക്കെ വിചാരിച്ച് നമ്മൾ ചില വ്ളോഗ് വരെ നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ രാജ്യത്തിനും വേണ്ട, നാടിനും വേണ്ട, സ്വന്തം പിതാവിന് പോലും വേണ്ടാത്ത ഒരു മഹത് വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ആ പുള്ളിയുടെ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ സുജിത് ഭക്തന്റെ നല്ല കാലത്തിനോ സുജിത് ഭക്തന്റെ വീഡിയോയുടെ താഴെ വന്ന് ഇതേപോലെ നിരന്തരം കമന്റുകൾ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരനെ അവനെ അങ്ങ് തൂക്കി. ആരാണെന്നും ഐഡന്റിറ്റി എല്ലാം കയ്യിലുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പം ഈ പറഞ്ഞ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ആ കാര്യം പുറത്തൊന്നും വിട്ടിട്ടില്ല. അപ്പം അവനെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വാട്സപ്പിനകത്ത് ഈ പുള്ളിക്കാരൻ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ ആ മെസ്സേജിന്റെ ഒരു സാരാംശം ഞാനൊന്ന് കാണിച്ചു തരാം. മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി അങ്ങോട്ട് ആദ്യം മെസ്സേജ് അയച്ചുകൊണ്ടാണ്, ദിസ് ഈസ് സുജിത് ഭക്തൻ ഹിയർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഫോർ എ വൈൽ. എന്നിട്ടൊരു കോൾ അങ്ങോട്ട് വിളിച്ച് കോൾ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു മിസ് കോൾ വന്ന്, അത് കഴിഞ്ഞിട്ട് ഹായ് വാട്ട്സ് ദിസ് അബൌട്ട് എന്ന് പിന്നെ ഒരു മിസ് കോൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സുജിത് ഭക്തൻ അങ്ങോട്ട് പറഞ്ഞ് ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന്. അപ്പോഴത്തേക്ക് ഐ എം 100% ഷുവർ യു ഗോട്ട് ആൻ റോങ് പേഴ്സൺ എന്ന്. അതെന്തായാലും കൊള്ളാം കേട്ടോ. അപ്പൊ എനിക്കൊരു അൺനോൺ മെസ്സേജ് വരുന്നത്, അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന് ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റും? നമ്മളെ ആദ്യം തിരക്കും, കാര്യം എന്താണെന്ന് തിരക്കും, നമ്മളോട്ട് ബന്ധമുള്ള കാര്യമാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമായിട്ട് ബന്ധമുള്ള കാര്യമാണോ, നമ്മളൊന്ന് റീതിങ്ക് എങ്കിലും. ഇതൊന്നും അല്ല, എല്ലാം സ്പോട്ടി ഐ എം നോട്ട് ദാറ്റ് പേഴ്സൺ, റോങ് പേഴ്സൺ. ആരടാ നീ? KGF ഇല്ല, റോക്കി ബായിയാ? മാങ്ങാണ്ടി, ചപ്പിത്തിൻ്റെ മാങ്ങാണ്ടി, അത്രേ ഉള്ളു, വെറും മാങ്ങാണ്ടി. അയ്യേ കൊണച്ചു പണച്ച് ഇത്ര കമന്റൊക്കെ ഇടുമ്പോൾ ഇച്ചിരിയെങ്കിലും സാമാനത്തിന് ഉറപ്പ് വേണ്ടേടാ, എന്നാലല്ലേ ഈ പരിപാടിയൊക്കെ നിൽക്കാവൂ. അല്ലാതെ ചുമ്മാ ഒരു വീട്ടിനകത്തൊരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിരുന്ന് ഓരോ കമന്റ് തൊരിച്ച് വിട്ടിട്ട് അതിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്കിന് അനങ്ങാനും വയ്യ, പെരിയാനും വയ്യ, തൂറാനും വയ്യാതെ ഇങ്ങനെ വീട്ടിനകത്ത് കയറി അവൻ മിക്കവാറും വീട്ടിനകത്ത് നെഞ്ചടിച്ചിരിക്കുമായിരിക്കും. ഇറങ്ങി ഓടാ, 2 റൗണ്ട് ഓടും. മഴയൊക്കെ പെയ്യുമല്ലായിരുന്നു, തലയൊക്കെ ഒന്ന് തണുക്കട്ടെ, നിന്റെ കയ്യിലുള്ള കഴപ്പും മനസ്സിലുള്ള കൊള്ളരുതായ്മ എല്ലാം പുറത്ത് പോട്ടെ. ഒന്ന് 2 റൗണ്ട് പഞ്ചായത്ത് വഴി കിടന്ന് ഓട്. കോട്ടയത്താന്നൊക്കെ പറയുന്നത് കേട്ട് കിടന്ന് ഓരോ 2 അച്ചായന്മാരെ വീട്ടിൽ കയറും, അമ്മാരെന്ന് കണ്ണമ്പളൊക്കെ 2 അടി കിട്ടുമ്പോൾ നിന്റെ കഴപ്പം തീരും. അത്രേ ഉള്ളൂ. അപ്പം അതിനുശേഷം ഇനി ഇപ്പം മെസ്സേജ് കണ്ടല്ലോ നിങ്ങൾ, ഇനിയിപ്പം പുള്ളി ഒന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇഷ്യൂ എന്താണെന്ന് നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ആമുഖം നമുക്ക് ഒന്ന് സുജിത് ഭക്തന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. എന്നിട്ട് നമുക്ക് ഈ കോൾ വിളിക്കുന്നതും കോളിന്റെ ഭാഗമായിട്ട് ഇവരെ അതായത് പിതാവ് വരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം. അതൊക്കെ നമുക്കൊന്ന് കേൾപ്പിക്കാം. ആദ്യം ഇതിനെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതെല്ലാം ചെയ്യും. ഈ ഫോൺ വിളിച്ച് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അത്ര നേരം ഉണ്ടായിരുന്ന ഇവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഇവന് മെസ്സേജ് അയച്ചു, എടാ നീ ഇത്ര ഭീരുവാണോ, നീ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവനിത് വീണ്ടും ആക്ടിവേറ്റ് ആക്കി. മണ്ടൻ. അതിനുശേഷം വൈകിട്ടായപ്പോഴത്തേക്കിനും ഇവന്റെ വെബ്സൈറ്റ്, ഇവന്റെ ജാതകവും ഇവന്റെ റെസ്യൂമേയും ഇവന്റെ
വിവരങ്ങൾ ഉണ്ടായിരുന്ന ആ വെബ്സൈറ്റ് അന്ന് മുതൽ ഇന്ന് വരെ അപ്രത്യക്ഷമാണ്. 2 ദിവസമായി പരിപാടി എല്ലാം നടന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇവന്റെ വെബ്സൈറ്റ് അത് വേറെ ഒന്നും അല്ല, അവൻ പേടിച്ച്, അവൻ പൂതി, അവൻ മിക്കവാറും ആ കട്ടിലെ കിടന്ന് അതിനകത്ത് മുള്ളിക്കാണും. ആ അവസ്ഥയിലൊക്കെ അവൻ ആയി. അതുകൊണ്ട് തന്നെ അവൻ ആദ്യത്തെ മെസ്സേജ് തന്നെ അവൻ തകർന്ന്. പിന്നെ നിങ്ങളുടെ കോൾ വന്നപ്പോൾ എടുക്കാൻ വിഷമിച്ചോണ്ടാ. പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ വന്നതാ. അവൻ പോയി അവൻ വെറും അൽപ്പുണ്ണി, അത്രേ ഉള്ളു. ലക്ഷ്യമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീ തന്ന നിന്റെ മറ്റൊരു തെളിവ്, നിനക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നീ തന്ന നിന്റെ മറ്റൊരു തെളിവ് കറക്റ്റ് 6:45 ഞാൻ ഈ 6:45 മറ്റുമാണ് ഈ ഫോൺ കോൾ സംസാരിച്ച് വെക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് 8:30 ആയപ്പോഴത്തേക്കിനും ഇവന്റെ മെയില്, അതായത് ഇവൻ സാധാരണ അയക്കുന്ന രീതിയിൽ ഇവന്റെ മെയില്. എന്നിട്ട് ഇവന്റെ മെയിലിൽ ഇവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവൻ സാധാരണ മംഗ്ലീഷില് ഭയങ്കര ഒരു കോട്ടയം രീതിയിലാണ്. ഇവൻ കോട്ടയം സ്ലാങ് ആണ്. ഇവന്റെ അച്ഛൻ സംസാരിച്ചപ്പോഴേ കേട്ടില്ലേ. ഇവനെ പറ്റി ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇവൻ കോട്ടയം ആ ഒരു പാലാ കോട്ടയം ഭാഗത്തുള്ള ഒരുത്തനാണ്. ഇവൻ ക്രിസ്ത്യാനിയാണ്. പിന്നെ ഇവൻ ഇലക്ട്രോണിക്സ് മേഖലയുമായിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ പോലെ ഡിറ്റക്റ്റീവ് സുജിത് ഭക്തൻ. കൊള്ളാം, നല്ല കാര്യം, നല്ലതാണ്. ഇനി ഇതുപോലുള്ളവരെല്ലാം പുറത്തു കൊണ്ടുവരണം. ബാക്കി നോക്കാം. ബന്ധമുണ്ടെന്നൊക്കെ ഇവന്റെ ഭാഷകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. എന്റെ ഫൈൻഡ് ഔട്ട്സ് എല്ലാം കറക്റ്റ് ആക്കുന്നതായിരുന്നു ഇവന്റെ ബിഹേവിയറും ബാക്കിയുള്ള പരിപാടികളും. എന്നിട്ട് അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്. ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈ. ഐ ഗോട്ട് ദ റോങ് ഗൈ നീ എങ്ങനെ മനസ്സിലാക്കിയടാ മണ്ട? അല്ലേ? അവനൊരു പൊട്ടൻ, അത്രേ ഉള്ളു. അവന് വെറും പൊട്ടൻ. അവൻ ഈ വെപ്രാളം കൂടിയപ്പോഴത്തേക്കിന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കയ്യിലുള്ളത് ഏതാ, കാലിനിടെ കിടക്കുന്ന ഏതാന്ന് പോലും തിരിച്ചറിയാനുള്ള ബോധമില്ലാത്ത അവസ്ഥ. വായിക്കൂടെ തൂറി ബാക്കിൽ കൂടെ കഴിക്കുമായിരിക്കും. ഇപ്പൊ ആ അവസ്ഥയിൽ വെപ്രാളപ്പെട്ടിരിക്കുമായിരിക്കും. ഇവൻ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈ? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകട്ടി ഇംഗ്ലീഷില്, അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലൊരു മെയിൽ അയച്ചിട്ടില്ല. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കടുകട്ടി ഇംഗ്ലീഷില്, പ്യോർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയില് എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. നിങ്ങൾ വായിച്ചു നോക്കാം മെയില്. ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ടു ഗെറ്റ് ദ IP അഡ്രസ്സസ് ഓഫ് ഓൾ അതർ ഇമെയിൽ. പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ എന്നാ ഉണ്ണാക്കാനാണോ, ഞാൻ എന്നാ പൊട്ടനാണോ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ? Publishing and causing severe damage to an otherwise innocent person's reputation can have disastrous consequences for you based on mere speculation and guesswork. കൈയിരിക്കുന്ന കഴപ്പാണെങ്കിലും മുടിഞ്ഞ ഇംഗ്ലീഷ് ആയില്ലേ? എന്തിനാണ് എന്തോ കൈയിരിക്കുന്ന കഴപ്പ? അതായത് ഒരു മനസാക്ഷി ഉള്ളവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലോണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും ചെയ്യാത്ത പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുണ ഇംഗ്ലീഷ്. എന്തിനാണ് എന്തോ ഒരു കാര്യമില്ല. ഇംഗ്ലീഷിന്റെ സ്റ്റാൻഡേർഡ് നശിപ്പിക്കാതെ നിന്നെ പോലുള്ള വാണങ്ങൾ ഇതൊക്കെ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിപ്പോ ഈ വീഡിയോയിൽ പോലും ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല. നിന്റെ പേര് പറഞ്ഞിട്ടില്ല. നിന്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല. നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല. ഒന്നും കാണിച്ചിട്ടില്ല. നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇല്ലേ? പിന്നെ അങ്ങനെ അല്ലായിരുന്നുണ്ടായി നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും നടുക്കത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറയണമായിരുന്നു. അങ്ങനെ വേണമായിരുന്നു. ഞങ്ങളപ്പോൾ എന്തെങ്കിലുമൊക്കെ അവന്റെ ഇടയിൽ കുത്തി കയറ്റി എങ്കിലും ഫില്ല് ചെയ്തിട്ട് നമ്മൾ തന്നെ രേഖാചിത്രമൊക്കെ തയ്യാറാക്കി അങ്ങ് വിട്ടേനായിരുന്നു. അത് വേണമായിരുന്നു. അപ്പൊ ഇനി ഇത് പുകയണം, വീട്ടിനകത്ത് ഇങ്ങനെ പുകയണം, കസേര ഇരുന്ന് ഇങ്ങനെ പുകയണം. Since you have blatantly exposed this identity, if he comes to know about it, you are in for deep trouble. ആണോടാ മോനെ ചക്കരെ തക്കടുവാവേ? എന്നിട്ട് ഇവന്റെ ഒരു ഭയങ്കര വാർണിംഗ്. എന്നിട്ട് അതിന്റെ അവസാനം ഇവൻ എഴുതിയിരിക്കുകയാണ്, all you want to do is show off your fatty wife who is not capable of anything other than eating and packing those kilos that you are a hero, and then you gain sympathy from the users. You make a video being the crybabies you are. Unfortunately, you are nothing but a shikari shambu, miss fatty as you say. Why shikari shambu in English എഴുതാൻ എന്താ? shikari shambu, shikari ഇംഗ്ലീഷ് എന്തുവാ? I cannot break you mentally. That was the least thing I wanted to. You do not even have the mental strength and determination. ഇവൻ അവിടെയും ഇവൻ വീണ്ടും ഇവന്റെ ഫ്രസ്ട്രേറ്റഡ് സാധനം പുറത്തെടുത്തിട്ട് മനസ്സിലായി. അതായത് വീണ്ടും അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവസാനം ഇറക്കി വിട്ടു. ഇവന്റെ കമന്റ് എന്താണ്, ഇവൻ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ സംഭവം തന്നെ വീണ്ടും ഇറക്കി വിട്ടു. അതായത് ഈ റോങ്. പക്ഷെ എന്നാൽ ഈ മണ്ടന കേട്ടോ ആ മെയിലിനകത്ത് തന്നെ വീണ്ടും അയച്ചിട്ട് റോങ് ആയെന്ന്. എങ്ങനാടാ നിനക്ക് പറ്റുന്നത്? ഒന്നെങ്കിൽ നീ പൊട്ടൻ, നീ ബുദ്ധിയുള്ളവനല്ല, അത് ഉറപ്പാ. നീ ബുദ്ധിയുള്ളവനല്ല, നീ ഫ്രസ്ട്രേറ്റഡ് അടിച്ചിരിക്കുന്ന ഒരു പൊട്ടൻ. ഇന്നൊക്കെ എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞോളാത്തൊരു പൊട്ടൻ. നിന്റെ പിതാവ് അതിലും വലിയൊരു പൊട്ടൻ. അത് എനിക്ക് അയാളുടെ സംസാരം കേട്ടാൽ മനസ്സിലായി. ഇനിയിപ്പം നമ്മൾ അധികം പിതാവിനെ വാഴ്ത്തുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ തന്നെ വാഴ്ത്തി വിലയിരുത്തുക. ഓക്കെ, ഞാനൊരു യൂട്യൂബറാണ്. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് എന്നെയും എന്റെ ഫാമിലിയെയും
നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് വൈ എന്നുള്ളത് ചെയ്ത ആൾക്കറിയാം, വൈ എന്നുള്ളത് ഐ ഡോണ്ട് നോ. യെസ്. സോ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. he has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they're not mine. Okay. ഒന്നാമത്തെ കാര്യം, ഈ ബ്ലിന്തൻ എന്തിനാണോ ഇയാൾ അങ്ങോട്ട് മലയാളത്തിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഇവൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടേ, വീണ്ടും ഇവൻ ഏതോ വലിയ മാങ്ങാണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവ ഇങ്ങനെ കിടന്ന് വീണ്ടും ഇംഗ്ലീഷ് സംസാരിക്കും. അല്ലെങ്കിൽ മലയാളം സംസാരിച്ചാൽ തീരാത്ത കാര്യമല്ലേ ഉള്ളൂ. മലയാളം സംസാരിച്ച് ചിലപ്പോൾ മറ്റേ കോട്ടയം അച്ചായൻ്റെ മറ്റേ സ്ലാങ്ങും ഇവൻ ടൈപ്പ് ചെയ്ത സംഭവങ്ങളൊക്കെ തിരിച്ച് പിടിക്കുമെന്നുള്ള ക്യാച്ചിങ് മെന്റ്. ബുദ്ധിയുള്ള മണ്ടനാ. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ്, അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, അത് ഇവിടുത്തെ ലൈക്ക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇനി നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. I don't know who you are. Okay. Okay. I don't know who you are. I'm not sure what this is about. Okay. എന്റെ പൊന്നു മോനെ, നിനക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്നെല്ലാം നിന്റെ സംസാരത്തിലുണ്ട്. അല്ലാതൊരു ആക്ച്വലി ഒരാൾ മലയാളം സംസാരിക്കും, ഇപ്പം നമ്മൾ അതിനകത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ നമ്മൾ മലയാളത്തിൽ കൃത്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു മലയാളിയാണെന്ന രീതി അങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. ഒട്ടും മലയാളം അറിഞ്ഞൂടാത്ത ഒരുത്തനാണെങ്കിൽ ഈ പറയുന്നൊന്നും മനസ്സിലാവത്തില്ല, അത് വേറൊരു കാര്യം. കാര്യം കൊള്ളാം. Just woke up in the morning and I have voicemail from you saying that you want to talk. Like, yes. I don't know what this is about, like, seriously. And whoever your cyber team is, you need to check this again. Because definitely. What is this IP? What is this IP thing that you're talking about? അതൊക്കെ ഞാൻ വഴിയെ ഷെയർ ചെയ്തോളാം. സോ I'll be dealing this you with... You don't have to contact me again because... Yeah, of course. I'm not contacting you. ഞാൻ ജസ്റ്റ് എന്റെ ഒരു മര്യാദയ്ക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കോൺടാക്ട് How did you ചെയ്തത്. get my contact details? Of course, it's very easy. If you say it's very easy, then you should have cross-checked the emails too, right? Of course, നിങ്ങളുടെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ലിങ്ക്ഡിനിലും നിങ്ങളുടെ വെബ്സൈറ്റിലും you have given all the details. In my LinkedIn and my website, I don't have any of the emails that you're showing. Yes. Plus, there are many whatever. Like, this is not me. There's only one that I know about. Okay. Other than me. Who studied in Manipal University? Yeah. See, listen. Who studied in Indian School Master? See, listen to me. Do you want me to dig up into everything? Okay, listen. Okay, fine. Okay. ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. യെസ്. ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി വന്നതല്ല സുഹൃത്തെ. I just want to talk to you peacefully. ഫ്രസ്ട്രേഷൻ ഇളകി. ഒരു മിനിറ്റ്. Let me tell you one thing. Tell me any of these things. Please, can you tell me what did I even say? Okay. Do you want me to send everything to you? What is this that you're talking about? Okay, fine. Okay. നിനക്കൊന്നും അറിയില്ല അല്ലേ? No. Listen to me. Fine. Okay. I don't know who you are. Yeah, I know. I understand. I've never seen you. ഇനി അവിടെ അച്ഛൻ വരുന്നുണ്ടേ. ഞാൻ അവന്റെ ആരാ? താനാരാ? എന്തോ താനാരാ? ഞാൻ അവന്റെ ഫാദറാണ്. ഫാദറാണോ? ഫാദറിന്റെ പേരെന്താ സാറേ? എടോ, ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദറാണ് കേട്ടോ. ഫാദർ. വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞ, ഞാൻ അവന്റെ അപ്പനാന്നാ പറഞ്ഞത്. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. ആടാ അങ്ങനെ തന്നെടാ, അപ്പനാന്നാടാ പറഞ്ഞത്. നമുക്ക് മനസ്സിലാടാ നീ കോട്ടയത്തുള്ള അപ്പനാണെന്ന്. അപ്പനാന്ന് തന്നെ ആളാ പറഞ്ഞ. ഫാദർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് അപ്പൻ തന്നെയാണ് തോന്നിയത്. നിനക്കാണ് ഫാദർ എന്ന് കേട്ടപ്പോ പെട്ടെന്ന് ഫാദർ പള്ളിയിലച്ഛൻ കർത്താവേ സ്വതന്ത്രം അങ്ങനെയൊക്കെ പോയത്. കുഞ്ഞാടെ മനസ്സിലാക്കുക. ഞങ്ങൾക്ക് പെട്ടെന്ന് ഫാദർ എന്ന് പറയുമ്പം അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അതും സ്വന്തം അച്ഛൻ, അപ്പൻ, കൊച്ചച്ഛൻ, എൻ്റെ അച്ഛൻ, വലിയച്ഛൻ, നിന്റെ അച്ഛൻ. അച്ഛൻ്റെ ഗതികേട് നോക്കേ, മോൻ്റെ ഓരോ കഴപ്പിന് ഫോൺ മേടിച്ച് വെച്ച് വിളിക്കുന്നു. അപാവ അച്ഛനും കൊള്ളണം, കൊച്ചച്ഛനും കൊള്ളണം, കുഞ്ഞമ്മയ്ക്കും കൊള്ളണം, കുടുംബക്കാർക്കും കൊള്ളണം, എല്ലാവർക്കും കൊള്ളണം കേട്ടോ.
നിനക്ക് എന്തോ വേണ്ടേ പറ. ഓ അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ഐ എം ട്രൈങ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഡിഡ്ന്റ് കോൾ യു. ഓഹോ കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നതല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് വി വിൽ സീ യു. നിനക്ക് എന്തോ മനസ്സിലായെന്ന് പറ. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തോ പരിപാടിയാണോ? ആ പറഞ്ഞോ. ഇത്ര ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നതാണെങ്കിൽ ഒരു മാന്യത ഉള്ള ഒരുത്തനായിരിക്കും. ആ മാന്യത ഉള്ള ഒരുത്തനാണെങ്കിൽ കാര്യം ക്ലിയർ ആയിട്ട് ഏത് വഴി, എങ്ങനെ, എന്താ കമന്റ്, എവിടുന്ന് വന്നു, എപ്പോൾ വന്നു, അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയക്കും. ഇതൊന്നും ചെയ്യാത്തനാണെങ്കിൽ അങ്ങനെ ചോദിക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ട്രേസ് ചെയ്ത് ഏത് മെയിൽ ഐ ഡി അല്ലേ ക്ലിയർ ആയിട്ട് അങ്ങനെ ചോദിക്കത്തുള്ളൂ. ഇപ്പൊ ഞാനാണ് അങ്ങനെ ചെയ്യാത്ത ഒരാളെങ്കിൽ എനിക്ക് കോൾ വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അതിപ്പോ ഞാനെന്നല്ല ഈ വീഡിയോ കാണുന്ന സാമാന്യം ബോധമുള്ള വിവരമുള്ളവന്മാർ അങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. അതിപ്പോ തന്തയായാലും ശരി മോനായാലും ശരി. കണ്ണാ കുണ്ണ പരിപാടിയൊക്കെ കിടന്ന് നിങ്ങളുടെ മോനും കിടന്ന് അവിടെ കിടന്ന് കാണിച്ചിട്ട് മോനെ സേഫ് ചെയ്യാനായിട്ട് തന്ത അതിന്റെ പുറത്തോടെ കിടന്ന് ഉരുളുന്നു. അത് നാണമില്ലേടാ? പോയിട്ട് 2 ആനപ്പെട്ടന്മാര്, ആനക്കെങ്കിലും സമാധാനം ആവട്ടെ, കിടക്കട്ടെ അവിടെ കിടന്നിട്ട്. What's happening? I don't understand what he says. Ask me what does he want. What happened? See, I'm speaking. I'm his wife. I'm Shweta. Okay. Hi. So what this about is, I'll ask my husband to send it to you. You just go through it and please show it to your father also. But it's come all, it's the IP readings, everything has come against in your name. That is the reason we called you. No arguments, nothing. We just want to finish here, dear. We don't want anybody to fall in trouble. So we just called you to talk to you about this. What is this IP readings? Do you guys not know about VPNs? Like, what's going on? That also I will tell you. The VPN, the VPN which we got is from your college, from the way you're working. I'm not working in a college right now. What is this VPN? What is this? Okay, I'll send it. It's not a prank. We don't know who you are, but we called you is just because we are having your name come in the list has a top priority. That is the reason I'm calling. That's why my husband actually called you. It was an assault for myself. I had got a lot of. ഓക്കെ ഫൈൻ. ഇത് എന്തായാലും 8 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നുണ്ട്. ഇത് തന്നെ കിടന്ന് ഉരുളും, അതിനകത്ത് കിടന്ന് അങ്ങ് ഉരുളും, ഇട്ടിട്ട് അതിന്റെ പുറത്തോടെ കിടന്ന് ഉരുളുമല്ല, അങ്ങനെ കിടന്ന് അങ്ങ് ഉരുളി മാക്സിമം വെളുപ്പിക്കാനായിട്ട് നോക്കുന്നത്. എന്തായാലും അവർ കേസും വരക്കുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പോട്ടെ, കുറച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടണം. അപ്പം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം. ഒന്നെങ്കിൽ അവിടെ ചെന്നിട്ട് അവരോട് മാപ്പ് പറഞ്ഞ്, പറ്റുമെങ്കിൽ കാല് പിടിച്ച് തന്നെ മാപ്പ് പറഞ്ഞു, കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ നിന്റെ ഫോട്ടോയും സംഭവങ്ങളൊന്നും ഇവിടെ വരത്തില്ലായിരിക്കും. ചിലപ്പോൾ ആ പുള്ളി തന്നെ അത് സമാധാനത്തോടെ തീർത്ത് ചിലപ്പം കണ്ണമ്പളൊക്കെ 2 പൊട്ടിയിൽ കിട്ടുമായിരിക്കും. അത് വേണം, ആവശ്യമുണ്ട്. നേരത്തെ സംസാരിച്ചില്ലേ, പിതാവ് തരാത്തത് മറ്റൊരാൾ തരുമ്പോഴായിരിക്കും പിതാവിന് സന്തോഷത്തോടെ വീട്ടിലിരിക്കാൻ കഴിയുന്നത്. അപ്പോഴായിരിക്കും ആ പിതാവിന് മകനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നത്. കേട്ടോ.